നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. ഞാൻ ഇന്ന് ലൈവ് പറയുന്നത് നമ്മുടെ കൊട്ടാരക്കരക്കാരനായിട്ടുള്ള എന്നോടൊപ്പം കുറെ നാളുകൾ ഉണ്ടായിരുന്ന അഖിൽ കോട്ടാത്തലയ്ക്ക്, ഇപ്പോഴത്തെ അഖിൽ മാരാർക്ക്, അദ്ദേഹം ഇന്ന് രാവിലെ പറഞ്ഞ ഒരു ലൈവിന് മറുപടി കൊടുക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം പറയുന്നത് കോൺഗ്രസിൽ രാഹുൽ ഗാന്ധി പൊട്ടനാണ്, ബാക്കിയുള്ളവരെല്ലാം പൊട്ടന്മാരാണ്, കോൺഗ്രസ്സുകാർ പൊട്ടന്മാരാണ്. എന്നാൽ ഈ മുതുപൊട്ടത്തരം പറയുന്ന യവൻ ഒന്ന് ചിന്തിക്കണം. കോൺഗ്രസ്സുകാരെ പോലെ ഇത്രയും വിദ്യാഭ്യാസമുള്ളവർ, ഈ രാജ്യത്തെ പറ്റി വ്യക്തമായ ദീർഘവീക്ഷണമുള്ളവർ, അവർ ഒരു കാര്യം പറയുമ്പോഴും ചെയ്യുമ്പോഴും അതിനൊരു കാൽക്കുലേഷൻ ഉണ്ടാവില്ല എന്നാണോ ഇവർ വിചാരിക്കുന്നത്? ഇതിൽ നരേന്ദ്രമോദി അമിത്ഷായും കോൺഗ്രസിനെ വളരെ ചതിക്കുഴിയിൽ ഇട്ടു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അത് ഞാൻ വളരെ വ്യക്തമായി പറയാം. ചതിക്കുഴിയിൽ വീണത് ഇന്ത്യയുടെ ജനതയാണ്, പ്രത്യേകിച്ച് ഇന്ത്യയിലെ വനിതകളാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 10 വർഷവും ഇവർക്ക് 2/3 ഭൂരിപക്ഷം ഉണ്ടായപ്പോൾ വനിതാ സംവരണ ബില്ല് പ്രാബല്യത്തിൽ വരുത്തുവാൻ, അതായത് ഇംപ്ലിമെന്റേഷൻ നടത്തുവാൻ ഇവർ തുനിഞ്ഞില്ല എന്നുള്ളതാണ്. 2023 ഈ ബില്ല് പാസ്സായിരുന്നു. അതങ്ങ് നടത്തിയാൽ പോരായിരുന്നോ? അപ്പോൾ ഇവർക്ക് ഇപ്രാവശ്യം ഇത് നടത്തണമെന്ന് തോന്നിയത് അവർക്കറിയാം. ഡീലിമിറ്റേഷൻ ചർച്ച ചെയ്യപ്പെടരുത്. ചർച്ച ചെയ്യപ്പെടാതെ ഡീലിമിറ്റേഷൻ ഈ വനിതാ സംവരണ ബില്ലിൽ പൊതിഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ അവതരിപ്പിക്കണമെന്ന് തോന്നി. അതിനെയാണ് എതിർത്ത് തോൽപ്പിച്ചതെന്ന് ആദ്യം ഈ പൊട്ടന്മാർക്ക് പറഞ്ഞു തരിക. ഞങ്ങളപ്പോൾ തോൽപ്പിച്ചത് വനിതാ സംവരണ ബില്ലിനെ അല്ല, ഡീലിമിറ്റേഷനെയാണ്. വനിതാ സംവരണ ബിൽ ഇന്ത്യയിൽ പാസ്സായി. അത് നടപ്പിലാക്കാൻ അന്ന് തുനിയാതെ ഇന്ന് ആ മെജോറിറ്റി ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർ ഇത് കൊണ്ടുവന്നത് ഇവിടുത്തെ സ്ത്രീകളോടുള്ള അവരുടെ മനോഭാവത്തിന്റെ ഭാഗമായിട്ടാണ്. ഇനി ഇയാൾ പറയുന്നതിന്റെ മറുപടി കൊടുക്കുന്നതാണ് ഉചിതമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനത് പറയുകയാണ്. ഇവരിപ്പോ പറയുന്നത് വനിതാ സംവരണ ബില്ല് പാസ്സാക്കാനായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ 543 തന്നെ പാസ്സാക്കിയ പോരായിരുന്നു, അതിനായി എന്തിനാണ് ഡീലിമിറ്റേഷൻ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അതവൻ പറയുന്നത് എന്തിനാണ് കോൺഗ്രസ് 543 തന്നെ വനിതാ സംവരണ ബിൽ പാസ്സാക്കണമെന്ന് പറയുന്നത്? ഉറപ്പായും അങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ വനിതാ സംവരണ ബിൽ പാസ്സായത്. ആ പാസ്സായ തരത്തിൽ തന്നെ പാസ്സാക്കണം. അല്ലാതെ 850 വെച്ചുകൊണ്ടല്ലല്ലോ പാസ്സാക്കിയത്, 543 വെച്ചുകൊണ്ടല്ലേ പാസ്സാക്കിയത്. അങ്ങനെ തന്നെ 33% സംവരണം കൊടുക്കട്ടെ. അത് കൊടുക്കുമ്പോൾ BJPയിൽ അടി നടക്കുമെന്ന് ആർക്ക് നല്ലോണം അറിയാം? മോദിക്കും അറിയാം, അമിത്ഷായ്ക്കും അറിയാം. കേട്ടോ, അത് അഖിൽ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മോദി അമിത്ഷായും അത് നടത്താതെ ഇരിക്കുന്നത്. ഇത് ഞങ്ങളുടെ കൂട്ടുള്ളവർക്ക്, അതായത് ഞങ്ങളുടെ പാർട്ടിയിലുള്ളവന്മാര് കൃത്യമായ ബോധ്യമുണ്ട്. ഇത് നടപ്പിലാക്കിയാൽ മോദിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ അവന്മാർക്ക് ഇട്ടുപണിയും. ചാണകബുദ്ധി എന്തുവാന്ന് അന്നേരം മനസ്സിലാകും. അത് ഒന്നാമത്തെ പോയിന്റ് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് 543 തന്നെ നടത്തണമെന്ന് പറയുന്നത്. പിന്നെ 84 ഭേദഗതി പ്രകാരം ആ 84 ഭേദഗതിയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, 71 സെൻസസ് പ്രകാരമുള്ള ചട്ടം അതേപടി നിലനിർത്തിക്കൊണ്ട് 2026 വരെ തൽസ്ഥിതി തുടരട്ടെ. അതുകൊണ്ടാണ് 2026 ശേഷം ഈ ബില്ല് വരുന്നത് തന്നെ. ഇനി 2023 വനിതാ സംവരണ ബില്ല് പാസ്സാക്കിയതാണ്, പിന്നെ എന്തിനാണ് ഇത് നിങ്ങൾക്ക് അതങ്ങ് നടപ്പിലാക്കിക്കൂടെ? അവിടെയാണ് ഈ രാഹുൽ ഗാന്ധി ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ നിങ്ങൾ പറഞ്ഞ 1971 മുതൽ ഇവിടെ 540% ശരിയാണ്. അത് എന്താണ് കാരണം എന്നും വ്യക്തമായി പറയുന്നുണ്ട്. അതാ 84 ഭേദഗതി 2026 വരെ ഇത്തരത്തിൽ മരവിപ്പിച്ചു വെച്ചിരിക്കുകയാണ് 543. അപ്പോൾ 2026 കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മരവിപ്പിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ തുടങ്ങാം. അതിനകത്ത് മാറ്റമൊന്നുമില്ല. അതൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല. ഡീലിമിറ്റേഷൻ ഒക്കെ വന്നോട്ട്, ചർച്ച നടക്കട്ടെ. അല്ലാതെ ശശി തരൂർ പറഞ്ഞതുപോലെ 2016 ഒരു ദിവസം രാത്രി വന്ന് നോട്ട് നിരോധിച്ചു എന്ന് പറഞ്ഞ് ഇന്ത്യയെ ഏറെ സാമ്പത്തികപരമായി താഴേക്ക് വിട്ട, അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ അവരുടെ കയ്യിൽ ഇരുന്ന കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി നടത്തിയ ആ പരിപാടി, അതിനെപ്പറ്റി അതുപോലെ ഇത് നടത്തിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല. ഡീലിമിറ്റേഷൻ വനിതാ സംവരണ ബില്ല് നിങ്ങളല്ല തുടങ്ങി വെച്ചത്. 1989 രാജീവ് ഗാന്ധിയും 2009, 2010 UPA ഗവൺമെന്റും അതിന് പിന്നാലെ ശ്രമിച്ചതാണ്. നടക്കാതെ പോയിട്ടുണ്ട്. അത് 2023 എല്ലാവരുടെയും പിന്തുണയോടെ നടന്നു. അതിനെന്താ തെറ്റ്? അല്ലാതെ നിങ്ങളുടെ ബുദ്ധിയല്ല. അധികാരത്തിലെത്താൻ പറ്റൂ. അല്ലാതെ 850 സീറ്റ് വർദ്ധിപ്പിക്കുന്ന സമയത്ത് 273 സീറ്റ് പിടിച്ച് അധികാരത്തിലെത്താൻ പറ്റില്ല. ഇനി 426 സീറ്റ് കിട്ടണമെങ്കിൽ ഉത്തർപ്രദേശിലെ എല്ലാ സീറ്റിലും, മധ്യപ്രദേശിലെ എല്ലാ സീറ്റിലും, ഗുജറാത്തിലെയും മഹാരാഷ്ട്രയിലെയും രാജസ്ഥാനിലെ എല്ലാ സീറ്റിലും ജയിച്ചാൽ പോലും 426 കിട്ടില്ല. ഇനി മറ്റൊരു കാര്യം, ഈ നിലവിൽ BJP ജയിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തർപ്രദേശിലെ പല സീറ്റുകളിലും ധാരാളം മുസ്ലിം സമൂഹം കൂടി ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഈ ജനസംഖ്യ ആനുപാതികമായി ഇത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ചില മണ്ഡലങ്ങളിലെങ്കിലും 50% മുസ്ലിങ്ങൾ വരെ. ഇപ്പോ ഈ തരത്തിൽ വെച്ച് ജനസംഖ്യ അടിസ്ഥാനത്തിടെ അത് അങ്ങനെ അന്ന് വെച്ചായിരുന്നെങ്കിലും ഇതേപോലെ പണി കിട്ടിയനെ.
ജനസംഖ്യ അടിസ്ഥാനത്തിലല്ല, നിൽക്കുന്ന രീതിയിൽ സീറ്റുകൾ ഫ്രീസ് ചെയ്യട്ടെ. മനസ്സിലായോ? 545-നെ പിന്നെ ജനത്തെ കൊണ്ട് ഹരിച്ച് അതിനെ ഗുണിച്ചെടുത്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സീറ്റ് വെച്ചാൽ ചിലപ്പം കേരളത്തിലെ ജനസംഖ്യ വെച്ചിട്ട് എന്തോ ചെയ്യും, 20 സീറ്റ് എന്നുള്ളത് കുറയും. 545 അന്നേരം ചിലപ്പോൾ അവിടെ ഉത്തർപ്രദേശിൽ കൂടിയെന്നിരിക്കും. അതിനെ നിയമപരമായി നിങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ. ഇവിടെ 84-ാം ഭേദഗതി അനുസരിച്ച് ഇത്രയും സീറ്റുകൾ ഇങ്ങനെയാണല്ലോ ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ നിങ്ങൾക്കത് മാറ്റാനുള്ള അവകാശം എന്താണ്? അപ്പൊ അത് നടക്കുന്ന കാര്യമല്ല. അവൻ പറയുന്നത് എന്താണ്? ഉത്തർപ്രദേശിലെ ജനസംഖ്യ ആ രീതിയിൽ കുറച്ചാൽ കേരളത്തിലെ സീറ്റ് കുറയുമെന്നല്ലേ പറഞ്ഞത്? നടക്കില്ല. കാരണം എന്താണ്? ഇവിടെ ജനസംഖ്യ അടിസ്ഥാനത്തിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. സ്ഫോടകാത്മകപരമായ ജനസംഖ്യാ വർധനവിനെ നിയന്ത്രിക്കണം. ആ നിയന്ത്രിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ആനുകൂല്യം കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര ജനസംഖ്യ വർദ്ധിച്ചോ ആ ജനസംഖ്യ കുറയ്ക്കണം. ഇത് ആരാണോ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തത്, ആരാണോ ജനസംഖ്യാ നിയന്ത്രണം ഇന്ത്യയിൽ നടപ്പിലാക്കിയത്, ആ സംസ്ഥാനത്തിനാണ് ആനുകൂല്യം കൂടുതൽ കൊടുക്കേണ്ടത്. അല്ലാതെ പെരുകുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ തൊട്ട് എല്ലാവരും ഇന്ത്യയിൽ ജനസംഖ്യ അങ്ങ് കൂട്ടാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? സീറ്റ് കൂടുതൽ കിട്ടട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ആരൊക്കെയാണോ ജനസംഖ്യാക്രമത്തിൽ വലിയ വ്യത്യാസം വരുത്തിയ സംസ്ഥാനങ്ങൾ, അവർക്ക് ഈ സീറ്റിന്റെ വർധനവ് കൊടുക്കണ്ട. അങ്ങനെ അങ്ങ് തീരുമാനിച്ചാലോ? അത് ജനസംഖ്യാ നിയന്ത്രണം കൊണ്ടുവരണം. രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള ഭാഗമാകണം. ആനുപാതികമായ നിൽക്കുന്ന ജനസംഖ്യ വെച്ചുകൊണ്ട് ഇത്ര 2 കുട്ടികൾ അല്ലെങ്കിൽ ആ ഒരു സംസ്ഥാനം നടപ്പിലാക്കാൻ പറഞ്ഞ ആ ജനസംഖ്യ നിയന്ത്രണ ബിൽ അത് നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളാണ് തെക്കേ ഇന്ത്യയിലുള്ളത്. അതുകൊണ്ട് അവർക്ക് കൂടുതൽ പ്രയോജനം നൽകണം. അതിനൊക്കെ ഡീലിമിറ്റേഷന് വേണ്ടി പ്രത്യേകം ചർച്ച നടന്നാലേ അത് സംസാരിക്കാൻ പറ്റൂ. അല്ലാതെ വനിതാ സംവരണ ബില്ലിൽ പൊതിഞ്ഞുകൊണ്ടിഞ്ഞ് വരാൻ പറ്റത്തില്ല. കേട്ടോ അഖില? അവന് പിന്നെ ഇതിനെപ്പറ്റി ഒന്നും വ്യക്തമായ ധാരണയില്ല. അദ്ദേഹം എന്ത് കാര്യവും വായിട്ടലയ്ക്കൂ എന്നുള്ളതേ ഉള്ളൂ. എന്താണ് സംഭവം എന്നറിയത്തില്ല. അവൻ BJP-യെ പൊക്കി പറയുക, ചില സമയത്ത് കോൺഗ്രസിനെ പൊക്കി പറയുക, ഇന്ത്യൻ പട്ടാളത്തിനെതിരായി പറയുക. ഇതുപോലെയൊന്നും കാര്യമില്ല. വസ്തുനിഷ്ഠമായ സംസാരമായിരിക്കണം. അടിസ്ഥാനപരമായി അതിനകത്ത് ലോജിക്ക് വരണം. ഈ നിലവിൽ BJP ജയിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തർപ്രദേശിലെ പല സീറ്റുകളിലും ധാരാളം മുസ്ലിം സമൂഹം കൂടി ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഈ ജനസംഖ്യ ആനുപാതികമായി ഇത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ചില മണ്ഡലങ്ങളിലെങ്കിലും 50% മുസ്ലിങ്ങൾ വരെ. ഉത്തർപ്രദേശില് ഇത്തരത്തിൽ 850 ആക്കി കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യുമ്പം അവിടെ മുസ്ലിങ്ങൾ കൂടുതൽ. അവിടെ അടുത്ത വർഗീയതയെ പറ്റി ചിന്തിക്കും അവര്. ഞങ്ങള് അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല. അവിടെ മുസ്ലിംസ് കൂടുമോ, അവിടെ ക്രിസ്ത്യൻസ് കൂടുമോ, അവിടെ ഹിന്ദുക്കൾ കൂടുമോ? ഞങ്ങൾ ഭാരതീയർ എന്നുള്ള കൺസെപ്റ്റിൽ മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ. അപ്പം ആര് വന്നാലും നമുക്ക് പ്രശ്നമില്ല. അല്ല, BJP ജയിക്കുമെന്നുള്ളൊരു ഇതുകൊണ്ടൊന്നും അല്ല. BJP ഉത്തരേന്ത്യ തകർന്നിരിക്കുകയാണ്. വർഗീയത എന്ന് അവസാനിക്കുന്നു അന്ന് പൊടിയും തട്ടി എഴുന്നേറ്റ് പോണ്ടി വരും. അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. എത്രമാത്രം പറയാൻ പറ്റൂ എന്നുള്ളതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഇന്ത്യയിലെ ജനങ്ങളങ്ങ് വെറും പൊട്ടരൊന്നുമല്ല, പ്രതികരിച്ചു തുടങ്ങി. അതിന് വ്യക്തമായ ധാരണയായി. കുതിരക്കച്ചവടം നിന്നിരിക്കുന്നു. കുതിരക്കച്ചവടത്തിന് വേണ്ടി ശ്രമിച്ചതാ. ഇത് മോദിക്ക് ഇത്രയും ദേഷ്യത്തോട് കടന്ന് പത്രസമ്മേളനം നടത്തേണ്ടി വന്നതെന്താ? അവർ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ അഖില് സംസാരിക്കുന്നതിലോട്ട് പലരും ഇങ്ങനെ സംസാരിക്കുക. എന്തിനാ? ന്യായീകരിക്കാൻ വേണ്ടി. ഈ ന്യായീകരണ തൊഴിലാളികളൊന്നും വന്നാലൊന്നും ഇത് നടന്നു പോകത്തില്ല. നമ്മുടെ അഭിപ്രായം ഇത്രയേ ഉള്ളൂ. ഡീലിമിറ്റേഷൻ സെപ്പറേറ്റ് ചർച്ച ചെയ്യപ്പെടണം. അതിന്റെ അടിസ്ഥാനത്തിൽ 3/2 ഭൂരിപക്ഷം ഇല്ലാതെ തന്നെ മെജോറിറ്റി ഭൂരിപക്ഷം വെച്ചായാലും നടത്തിക്കോട്ടെ. ചർച്ച നടക്കണം. വനിതാ സംവരണ ബിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ അത് പാസ്സാക്കപ്പെട്ടു. 543-ൽ 33% സ്ത്രീകൾക്ക് കൊടുക്കുന്നു. ഡീലിമിറ്റേഷൻ ചർച്ച ചെയ്യപ്പെടണം. അതിനുശേഷം വരുന്ന 850 ആണെങ്കിൽ 850-ലെ 33% 50% കൊടുക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. അതിനെന്താ തെറ്റ്? നമ്മൾ അതിനെ എതിർത്തതായിട്ട് പറഞ്ഞു. പക്ഷേ വനിതാ സംവരണ ബില്ലിൽ പൊതിഞ്ഞ് ഡീലിമിറ്റേഷൻ നടത്താമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങൾ പൊട്ടന്മാരല്ല, വിദ്യാഭ്യാസമുള്ളവരുണ്ട് എന്ന് അഖിൽ മനസ്സിലാക്കണം. എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഈ അഖിലിനും ഈ പറയുന്നവന്മാർക്കൊന്നും ഇതിന്റെ അർത്ഥം എന്തുവാന്ന് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇവർക്ക് ക്ലച്ച് പിടി, ഇവർക്ക് ഇച്ചിരി ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. ഇവന്മാർ എപ്പോഴും പൊതുജനങ്ങളെ, താഴേക്കിടയിലുള്ള ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ ഇവന്മാർക്ക് നല്ലോണം അറിയാം. ഇവന്മാരെ പട്ടിയെ ആടാക്കും, ആടിനെ പട്ടിയാക്കും. ഈ നിലപാടാണ് ഇവരുടെ ഏറ്റവും വലിയ നിലപാട്. അതുകൊണ്ട് ഇതിനൊക്കെ അത്രമാത്രം ഇതൊക്കെ കൃത്യമായി എഴുതിത്തള്ളേണ്ട കാര്യങ്ങളാണെന്ന് ആലോചിച്ചോണം.
ഡിവൈഡ് ചെയ്തു പോവുകയും അങ്ങനെ വരുമ്പോൾ നിലവിലെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് നിലവിലുള്ള സീറ്റുകൾ പലതും കുറയാനുള്ള സാഹചര്യം ഉണ്ടാവുകയും പ്രത്യേകിച്ച് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാവുകയും അത് ജനറൽ സീറ്റ് കൂടി നഷ്ടപ്പെടുന്നതോടുകൂടി ഈ രാഷ്ട്രീയ പാർട്ടികൾ ആകെ തമ്മിലടിച്ചില്ലാതാകുന്ന ഒരു അവസ്ഥയുണ്ടാകും. നമ്മളും വളരെ വ്യക്തമായി പറഞ്ഞു, നിങ്ങൾ സംവരണം കൊണ്ടുവരൂ, സംവരണം നടക്കട്ടെ, വനിതാ സംവരണം നടക്കട്ടെ, അതിനെ അനുകൂലിക്കുകയല്ലേ. 543 ആണെന്നുണ്ടെങ്കിൽ ഇന്ന്, അല്ല ഡീലിമിറ്റേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എങ്കിൽ ആദ്യം ഡീലിമിറ്റേഷൻ ചർച്ച ചെയ്യപ്പെടട്ടെ. ഇവിടെ ഒരു ചർച്ചയില്ലാതെ മാങ്ങാത്തൊലി ഇല്ലാതെ പരിപാടി നടത്താനങ്ങ് ഇറങ്ങിയേക്കുക. യമാരെന്താ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയിലെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ പൊട്ടന്മാരാണെന്നോ, ഇന്ത്യയിലെ ജനം പൊട്ടന്മാരാണെന്നോ, കേരളത്തിലെ ജനം പൊട്ടന്മാരാണെന്നോ? എന്തായിരുന്നു പണ്ട് യവനൊക്കെ പറയുമ്പോൾ പ്രതികരിക്കാൻ ആളില്ലായിരുന്നു, അത് കേൾക്കുന്നവരായിരുന്നു. പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ കോൺഗ്രസ്സുകാർ, പൊതുജനങ്ങൾ, വിവേകമുള്ളവർ ആഞ്ഞടിക്കാൻ തുടങ്ങി. ഇവർ കേരളത്തിൽ വന്നിട്ട് പല ചോദ്യം ചോദിച്ചല്ലോ. ഇവരോട് ഉൾപ്പെടെ ചോദിച്ചു, നിങ്ങൾ ഏത് സംസ്ഥാനം മോഡലാക്കിക്കൊണ്ടാണ് കേരളത്തെ മാറണമെന്ന് പറയുന്നത്? ഇതിൽ ഏത് സംസ്ഥാനം വെച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റും? പ്രതിപക്ഷത്തോട് സ്ത്രീകൾക്ക് വലിയൊരു വിരോധം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഒരു ആപ്പിന്റെ മുകളിൽ കയറിയിരുന്ന് മുകളിൽ ഒരു ആണിയും കൂടെ അടിച്ചു കയറ്റി വെച്ചിട്ടിരുന്ന് ചിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ഈ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെ വലിയ രീതിയിൽ തകർക്കുന്ന കാര്യമാണ്. ഇവർ സ്വയം ചെയ്തു വെച്ചത്, BJP ചെയ്തതല്ല. BJP മനോഹരമായ ഒരു കുഴി കുഴിച്ച് ആ കുഴിയിലേക്ക് എല്ലാത്തിനെയും കൂടെ വരിയായിട്ട് കൊണ്ടിടുകയാണ് ചെയ്തത്. ലെവൽ. അപ്പോൾ അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധി ഒരു ആപ്പിലായെന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി ആപ്പിലല്ല, നിങ്ങളുടെ ഗുദത്തിലാണ് ആപ്പ് അടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ രാഹുൽ ഗാന്ധി വിജയിച്ചു. കൃത്യമായി ആസനത്തിലാണ് പണി തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മതി, അതിനപ്പുറത്തോട്ടൊന്നും പറയാനില്ല. ചാണക്യതന്ത്രവുമായിട്ടാണ് അമിത്ഷായും മോദിയൊക്കെ ഇറങ്ങിയെന്ന് ഒരു കാര്യം വളരെ വ്യക്തമായി പറയുകയാണ്. ഒരു കാരണവശാലും ഇതിനകത്ത് ഒരു ചാണക്യതന്ത്രവും ഇല്ല. വീണുപോയി, പെട്ടുപോയി, പണി കിട്ടി. അതോടൊപ്പം തന്നെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചും ഒക്കെ നടപടികൾ നടത്തി ഒരു ചാനലിനെ പോലും ഫേസ് ചെയ്യാൻ പറ്റാത്ത അങ്ങ്, അതായത് നരേന്ദ്രമോദി, മൈക്കിന്റെ മുന്നിൽ പറയട്ടെ എന്ന് മാത്രം. ഒരു കാര്യം വളരെ വ്യക്തമാണ്, അഖിലെ, നിങ്ങൾ പറയുന്ന ആ ഒരു നീ മനസ്സിലാക്കി, എന്തോ ഒരു ആംഗിളിൽ ഒരു പോയിന്റ് മനസ്സിലാക്കി, അതല്ല നടക്കുന്നത് ഇന്ത്യയിൽ. വനിതാ സംവരണ ബിൽ ഇത് 850 ആയാലും 543 ആയാലും നടക്കപ്പെടണം. പക്ഷേ 850 ആവുന്നതിന് ഡീലിമിറ്റേഷൻ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അത് ഒരു ദിവസം രാവിലെ എടുത്തുകൊണ്ട് വന്നാൽ മുക്കത്തില്ല. നിലവിൽ 543ന്റെ 33% കൊടുക്കട്ടെ, അല്ലെ 50% കൊടുക്കട്ടെ. എന്താ സ്ത്രീകൾ 50% ചോദിക്കാത്തതെന്ന് എനിക്കറിയത്തില്ല. അവർ 50% വാങ്ങട്ടെ. അടുത്തത് ഡീലിമിറ്റേഷൻ ചർച്ചയ്ക്ക് വരട്ടെ. അതിന്റെ ചർച്ചയ്ക്ക് ഉരുത്തിരിഞ്ഞ് അവസാനം എന്ത് വരും? 850, 1000, 2000 വന്നിരുന്നോട്ടെ. അതിന്റെ 50% സ്ത്രീകൾക്ക് കൊടുക്കുക. ചർച്ച നടക്കണം. ഇവിടെ പാസ്സാക്കപ്പെട്ട വനിതാ സംവരണ ബിൽ 2023 അത് ഡീലിമിറ്റേഷൻ ഉൾപ്പെട്ടതല്ല. ഇനി അഖിൽ ഇതെങ്കിലും മനസ്സിലാക്കണം. നിങ്ങൾക്ക് പിന്നെ തലച്ചോറില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ തല എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും എനിക്കറിയില്ല. പിന്നെ രാഹുൽ ഗാന്ധി അല്ല ആപ്പിലായത്, രാഹുൽ ഗാന്ധി നിങ്ങളെയൊക്കെ ആപ്പിലാക്കിയതാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്.